ओम नमो भगवते वासुदेवाय। कृष्ण कृष्ण मुकुंद जनार्दन, कृष्ण गोविंद नारायण हरे, अच्युतानंद गोविंद माधव, സച്ചിദാനന്ദ നാരായണ ഹരേ. അതെ, ഈ ഭഗവാന്റെ തിരുസന്നിധിയിലാണ് നാം നിൽക്കുന്നത്. മഹാഗരുഡ പുരാണത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പോലെ, ബ്രഹ്മാവിനോട് വ്യാസൻ ചോദിച്ചതുപോലെ, മഹാദേവൻ മഹാകാലനായ മഹാരുദ്രദേവൻ ശ്രീ മഹാവിഷ്ണുവിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഭഗവാൻ സ്വാമിൻ അങ്ങ് കൃപ ചെയ്ത് അരുൾ ചെയ്താലും ഞങ്ങൾ ആരെ പൂജിക്കണം? ആരാണ് ധ്യാനയോഗ്യൻ? ആരാണ് മന്ത്രമാകുന്നത്? ഏത് ഉപാസനകളാൽ, ഏത് മന്ത്രാർച്ചനകളാൽ ആരാണ് പ്രീതനായി തീരുന്നത്? ഞങ്ങളുടെ ഈ എളിയ സംശയങ്ങൾ പരിഹരിച്ചു തന്നാലും. അതേസമയം ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അലയോ രുദ്രദേവ, മഹാകാലനാകുന്ന അങ്ങയുടെ 18 പുരാണങ്ങളോടും കൂടിയ മഹാത്മ്യം വർണ്ണിച്ചുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു അരുൾ ചെയ്യുകയുണ്ടായി, സകല ദേവന്മാരുടെയും സകല നാദത്തിന്റെയും ജഗത്തിന്റെയും പരമബീജം ഞാൻ തന്നെയാകുന്നു. അതേ, മഹാഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 14ാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ച് പ്രഹ്ലാദനെ രക്ഷിച്ച് ധർമ്മം നിലനിർത്തിക്കൊണ്ട്, കൂടാതെ 19ാമത്തെയും 20ാമത്തെയും അവതാരമായി അവതരിച്ചുകൊണ്ട് വിഷ്ണുവംശത്തിൽ പിറന്ന് ബലരാമൻ എന്നും ശ്രീകൃഷ്ണനും എന്നും നാമധേയം കൊണ്ട് ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന മന്ത്രങ്ങളാൽ ഈ ഭാരതത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന ഭഗവാന്റെ മന്ത്രങ്ങൾ മുഴങ്ങിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ, ഈ ഭഗവാന്റെ തിരുസന്നിധിയുടെ മുന്നിൽ പുതിയിൽ തേവരെ നമിച്ചുകൊണ്ട് സംഘചേതനയുടെ, യുവചേതനയുടെ ഒരുപറ്റം ചെറു യുവാക്കളുടെ പ്രതീകമായ യുവസാരഥി നിങ്ങൾക്ക് മുന്നിൽ അണിയിച്ചിരിക്കുന്നു നവരസങ്ങൾ. അടുത്തതായി നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. പുതിയിൽ തേവരെ നമ്മൾ വന്ദിച്ചുകൊണ്ട് നമ്മുടെ നവരസങ്ങൾ വർണ്ണശബളിതമായ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി, എല്ലാവരും ഭഗവാന്റെ ദാസന്മാരാണ്, അങ്ങയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണം എന്ന മന്ത്രാക്ഷരങ്ങളാൽ ഭഗവാനെ നിത്യവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പുതിയിൽ നിവാസികളെയും നല്ലവരായ നാട്ടുകാരെയും ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന എല്ലാവരെയും വിനീതമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഭഗവാന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കുന്നു. അടുത്തതായി ഈ പരിപാടി വർണ്ണശിബിളമായ നവരസങ്ങൾ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന പിന്നണി ഗായകൻ ശ്രീ മധുജിയെ ആദരിക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ മേൽശാന്തിയും ഒപ്പം തന്നെ ശബരിമല മേൽശാന്തിയുമായിരുന്ന ബ്രഹ്മശ്രീ ഏഴിക്കോട് ശശി നമ്പൂതിരി അവരെ സ്വാഗതം ചെയ്യും. ശ്രീ മധുജി പ്ലീസ്. അദ്ദേഹം മധുജിയെ പൊന്നാടി അണിയിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പുതിയ ദേവരുടെ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി ഭദ്രദീപം തെളിയിച്ച് ഈ വേദിയെ ധന്യമാക്കുന്നതിന് വേണ്ടി ശ്രീ മധുജിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശാന്തതയോടെ സ്നേഹത്തോടെ ഈ കുടിവിടെ പാറുമ്പോൾ ഓരോ മനസ്സും ഉണരട്ടെ, ഓരോ കരങ്ങളും ഉയരട്ടെ, മാറോടണച്ചു ചേർക്കാനായി ഈ നാടിനെ നന്നായി
മാറ്റാനാ ശാന്തതയോടെ സ്നേഹത്തോടെ ഈ കൊടിവിടെ പാറുമ്പോ യുവത്വം എവിടെ പോയെന്നോ യുവത്വം ഇവിടെ പാറട്ടെ യുവത്വം എവിടെ പോയെന്നു ഇനി യുവത്വം ഇവിടെ പാറട്ടെ യുവസാരഥി ഇവിടെ പാറട്ടെ യുവസാരഥി ഇവിടെ പാറട്ടെ അനുഗ്രഹിക്കൂ ആശീർവദിക്കുക മാളൂരേ കൃഷ്ണ പാദം തൊട്ടു വണങ്ങി തേരു തെളിച്ചു തുടങ്ങട്ടെ എൻ മനസ്സിൽ വെളിച്ചം ഉയരട്ടെ എൻ മനസ്സിൽ വെളിച്ചം ഉയരട്ടെ യുവസാരഥി യുവസാരഥി ഭഗവാനെ കൃപ ചെയ്ത് ഞങ്ങളെ കാത്തുരക്ഷിച്ചാലും ഭഗവാനെ നമിച്ചുകൊണ്ട് അടുത്തതായി നമ്മളുടെ ക്ഷണം പ്രമാണിച്ച് ഇവിടെ എത്തി ഈ പരിപാടി നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്ത ശ്രീ മധുജിക്ക് ഒരു ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി ക്ഷേത്രം മാനേജർ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനെ ശ്രീകുമാർ മലയിൽ സാറിനെ സാദരം ക്ഷണിക്കുന്നു. നന്ദിപൂർവ്വം ഭഗവാന്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും സ്മരിച്ചുകൊണ്ട് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ തൊഴുതുകൊണ്ട് നമ്മളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന മധുജിയുടെ വാക്കുകൾക്ക് വേണ്ടി ശ്രവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് ഞങ്ങൾ ഈ യുവസാരഥി ചെറുപ്പക്കാർ പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാൽ ഈ പൊതിയിൽ തേവരുടെ നടയിൽ എന്തെങ്കിലും അരുൾ ചെയ്യണമെന്ന്. ഒപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ആ ഭാവനാദം കേൾക്കാനായി കാത്തിരിക്കുന്നു. അദ്ദേഹത്തെ അതിനുവേണ്ടി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഒപ്പം ആനന്ദം പകരുന്നതിന് വേണ്ടി പൊതിയിൽ തേവരുടെ നാമത്തിൽ സർവാത്മനാ ക്ഷമിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വഴിയിലൂടെ പലതവണ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഈ പൊതിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നുള്ള ബോർഡ് പലതവണ കണ്ടിട്ട് ഇവിടെ വരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഇന്നാണ് അതിന് സാധിച്ചത്. പക്ഷേ അകത്ത് തൊഴാൻ സാധിച്ചിട്ടില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഞാനിത് ഇവിടെ വരാം എന്ന് ഞാൻ ശ്രീ ശശി തിരുമേനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു ഇവിടെ വരാനായിട്ട് ഒരു ഉദ്ഘാടനം നിർവഹിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിരസിക്കാൻ സാധിച്ചില്ല. ഞാൻ അത് അനുസരിച്ച് ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ അനേകം തവണ പല ചടങ്ങുകളിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരു മേൽശാന്തിയാണ് ഞങ്ങൾ പല ചടങ്ങുകളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വേറൊരു മേൽശാന്തിയെയും ഇത്രയധികം ഞാൻ കണ്ടിട്ടില്ല, ഇത്രയധികം അടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനൊരു ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു. എന്തായാലും നിങ്ങളാരെയും സംസാരിച്ച് ബോറടിപ്പിക്കണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി രണ്ട് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതാണ്.